കോഴിക്കോട് പാളയത്ത് ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള ഹോട്ടലുകൾക്കെതിരെ ഹിന്ദു ഐക്യവേദിയുടെ ഭീഷണി. ഹോട്ടലുകളിൽ മാംസാഹാരം വിൽക്കരുതെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭീഷണി. ഹോട്ടലുകൾക്ക് സമീപം ഹിന്ദു ഐക്യവേദി പോസ്റ്ററുകൾ പതിച്ചു. ഹിന്ദു ഐക്യവേദി നേതാവിന്റെ വാക്കുകളിലേക്ക്. ജനങ്ങളുടെയും ഹൈന്ദവ സംഘടനകളുടെയും ക്ഷേത്ര കമ്മിറ്റികളുടെ ഒരു പ്രതിഷേധം എന്നുള്ള നിലക്കാണ് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. ഞങ്ങൾക്കുള്ളൊരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, നൂറ്റാണ്ടുകളായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങളാണ് രേണുകാ മാരിയമ്മൻ ക്ഷേത്രം, കന്യകാ പരമേശ്വരി ക്ഷേത്രം, തളി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. ആ ക്ഷേത്രങ്ങൾക്ക് നടുവിൽ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന് പറയുന്നത് ആ ക്ഷേത്രങ്ങളെ അശുദ്ധിപ്പെടുത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. മറ്റൊന്ന്, കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങൾക്കെല്ലാം തന്നെ പൂജാദ്രവ്യങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു തെരുവിൽ നിന്നാണെന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ തെരുവ് അശുദ്ധമാവുക എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളെല്ലാം അശുദ്ധമാവുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രദേശത്ത് മാത്രവുമല്ല, ഇതിന് പിന്നിൽ മറ്റൊരു ഗൂഢാലോചന കൂടിയുള്ളത്, ഒരു ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ വളരെ വ്യക്തമായിട്ടൊരു ഗൂഢ ലക്ഷ്യമുണ്ട്. അത് പിന്നീട് കോഴിക്കോട് ജില്ലയുടെ മതസ്പർദ്ധയ്ക്ക് പോലും ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അധികൃതർ ഇത് കാണണം. ഈ ഒരു ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തിൽ അതിനനുസരിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുന്നുണ്ട്. മേഘ, ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള ഹോട്ടലുകൾക്കെതിരെ ഇത്ര പെട്ടെന്ന് ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രതിഷേധം ഉയരാനുള്ള ഒരു നിലവിലെ ഒരു സാഹചര്യം എന്താണ്? സോമി, കോഴിക്കോട് പാളയത്ത് 3 ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് സമീപത്തായി ഉടൻ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ഒരു നോൺ വെജ് ഹോട്ടലിന് മുൻപിലാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ബോർഡ് വെച്ചിരിക്കുന്നത്. അവരുടെ ആവശ്യം എന്നത് ഇത്തരം അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഒപ്പം തന്നെ പൂജാദ്രവ്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട, അതിന് സമീപത്തായി ഒരു തരത്തിലും നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഹിന്ദു ഐക്യവേദി. ഇതിനെതിരെ അവർ അവിടെ ഒരു ഫ്ലെക്സും സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾ പ്രതിഷേധിക്കുക എന്നത് ഉൾപ്പെടെ എഴുതിയുള്ള ഫ്ലെക്സ് ആണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും വലിയൊരു സമരത്തിലേക്ക് തന്നെ ഹിന്ദു ഐക്യവേദി പോകും. ഒരു കാരണവശാലും അവിടെ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ, മാംസാഹാരം വിൽക്കുന്ന ഹോട്ടൽ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. അവർ മുൻപോട്ട് വെക്കുന്ന ഒരു വാദം എന്നത്, ഇവിടെ പൂജാദ്രവ്യങ്ങൾ ഉൾപ്പെടെ വിൽക്കുന്ന കടകളുണ്ട്. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന എല്ലാ അമ്പലങ്ങളിലേക്കും പൂജാദ്രവ്യങ്ങൾ ഉൾപ്പെടെ വിൽക്കുന്നത് ഈ കടകളിൽ നിന്നാണ്. അതുകൊണ്ട് കോഴിക്കോട്ടെ മുഴുവൻ അമ്പലങ്ങളും അശുദ്ധമാകും ഇത്തരത്തിൽ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ ഇവിടെ തുടങ്ങിയാൽ എന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി കെ ശിനുവാണ് നമ്മളോട് ഇക്കാര്യം, ബോർഡിന് പുറമെ തന്നെ ഈ കാര്യം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഹോട്ടലിന് ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ക്ഷേത്ര സമിതി ഉൾപ്പെടെ തങ്ങൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇനി പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകളിലെ ആളുകളോടും ഇക്കാര്യം സംസാരിക്കും. അവരും കൂടെ തങ്ങൾക്കൊപ്പം ചേരുമെന്നാണ് ഉറപ്പ്. അതുകൊണ്ട് തന്നെ മാംസാഹാരം വിൽക്കുന്ന ഒരു ഹോട്ടൽ കോഴിക്കോട്ടെ ആ തെരുവിൽ തുടരാൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നതാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക്, പോലീസ് മേധാവിക്ക്, ഒപ്പം തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനുൾപ്പെടെ പരാതി നൽകും. നിയമപരമായ കാര്യങ്ങളിലൂടെ മാത്രമേ മുൻപോട്ട് പോവുകയുള്ളൂ. പക്ഷേ എന്ത് സംഭവിച്ചാലും ആ അമ്പലം സ്ഥിതി ചെയ്യുന്ന 3 അമ്പലത്തിന്റെ പേരാണ് അവർ പ്രധാനമായും മുൻപോട്ട് വയ്ക്കുന്നത്. രേണുക മാരിയമ്മൻ ക്ഷേത്രം, ഒപ്പം തന്നെ കന്യക പരമേശ്വരി ക്ഷേത്രം, തളി ക്ഷേത്രം, അങ്ങനെ 3 അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു തെരുവ് കൂടിയാണ് അത്. അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ സ്ഥാപിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടിൽ കൂടിയാണ് ഹിന്ദു ഐക്യവേദി. സോമി, മേഘയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ഹോട്ടൽ ഉടമ ഹരിദാസ് കൂടി വാർത്തയോട് പ്രതികരിക്കുന്നതിനായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹരിദാസ്, ഇവിടെ താങ്കൾ ആരംഭിക്കാൻ പോകുന്ന ഹോട്ടലിന് എതിരെയാണല്ലോ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നത്. ഏത് തരത്തിലുള്ള വാദങ്ങളാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അവരിൽ നിന്നുണ്ടാകുന്ന ഭീഷണികളൊക്കെ എങ്ങനെയാണ്? അതൊന്നും എനിക്കറിയില്ല. ഞാനാണ് ഹോട്ടൽ നടത്താമെന്ന് പറഞ്ഞില്ല, നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ നടത്താൻ പറഞ്ഞില്ല. ഞാനാണ് ഷോപ്പ് എടുത്ത് ഫർണിഷൻ നടക്കുക, എന്താ തുടങ്ങുന്നത് തീരുമാനിച്ചില്ല. അതിന്റെ എല്ലാവരുടെ ബോർഡൊക്കെ കാണുന്നുണ്ട്, ഞാൻ എത്ര കൈയാക്കില്ല. അല്ല, ഇതൊരു ക്ഷേത്ര പരിസരത്തുള്ള ഹോട്ടലാണ്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് താങ്കൾക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. ഇല്ല, എനിക്കങ്ങനെ തോന്നിയില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. അവിടെ നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകളും ഒക്കെ ഈ ക്ഷേത്രത്തിന്റെ ഇനങ്ങളുടെ അടുത്ത് നടക്കുന്നുണ്ടല്ലോ. ഈ ബിൽഡിങ്ങിൽ തന്നെ നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ 4 വർഷം നടന്നോ?
ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് താങ്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഞാനിവിടെ ആടെ ഹോട്ടൽ നടത്തണോ, നോൺ നടത്തണോ, വെജിറ്റേറിയൻ നടത്തണോ ഒന്നും തീരുമാനിച്ചില്ല. ഹോട്ടലെല്ലാം നടത്തണമെന്ന് തീരുമാനിച്ചില്ല. വീടെടുത്ത് പന്നശിമാർക്ക് നടത്തുന്നുണ്ട്. ഞാൻ ഹോട്ടലിൽ ബോർഡൊന്നും വെച്ചില്ലല്ലോ. നോൺ വെജിറ്റേറിയൻ ഹോട്ടലിലല്ല, നോൺ വെജിറ്റേറിയൻ പറഞ്ഞ് ബോർഡൊന്നും വെച്ചില്ലല്ലോ. ഞാൻ ഹോട്ടൽ നടത്തുന്ന ആരാ പറഞ്ഞത്? അല്ല, ഇതൊരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ ആണോ അല്ലയോ എന്നുള്ള ഒരു വ്യക്തത വരാതെ തന്നെയാണോ ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധവുമായി ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുന്നോട്ട് ഇറങ്ങുന്നത്? അങ്ങനെ സംശയിച്ചിരിക്കുന്നു. അവർക്ക് വലിയ പ്രതികരിക്കേണ്ട എന്താണെന്ന് എനിക്കറിയില്ല. അത് അവരോട് തന്നെ ചോദിക്കണം. ഓരോ പ്രതികരണം എന്താണെന്ന്. ഞാനാടെ നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ നടത്തണമെന്ന് തീരുമാനിച്ചില്ല. വെജിറ്റേറിയൻ ആണോ നടത്തണ്ടെന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ അതിലേക്ക് കടന്നില്ല. പീടിയെടുത്ത് പാർട്ണർഷിപ്പ് നടക്കുന്നുണ്ട്. പണി കഴിഞ്ഞിട്ട് ആലോചിക്കാനുള്ളതില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു വ്യാപകമായ ഒരു പ്രചരണം നടത്തി ക്ഷേത്ര പരിസരത്ത് ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ വലിയൊരു പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തായിരിക്കും? വ്യക്തമായ ഒരു ഗൂഢാലോചനയുണ്ടോ? നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുന്നല്ലോ. എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാനെന്താ മറുപടി പറയാം? താങ്കൾ ഈ ഒരു മേഖലയിൽ തന്നെ ഉള്ള ആളാണല്ലോ, ഹോട്ടൽ ബിസിനസ്സിൽ. അപ്പോൾ ദീർഘകാലമായിട്ട് ഒരു പരിചയമൊക്കെ ഉണ്ടാകും. അത്തരത്തിൽ തന്നെ താങ്കൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഹോട്ടലുകൾ നടത്തുന്ന വ്യക്തിയുമാണ്. അതൊക്കെ ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു പ്രതിഷേധം താങ്കൾ പറഞ്ഞതനുസരിച്ച് ഹോട്ടൽ ഏത് തരത്തിലുള്ളതാണ്, നോൺ വെജ് ആണോ വെജ് ആണോ എന്ന തരത്തിലുള്ള ഒരു വ്യക്തത താങ്കൾ പോലും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാരണം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? അത് നിങ്ങൾ അവരോടൊന്ന് ചോദിക്കുന്നതല്ലേ. ഞാൻ അങ്ങനെ മറുപടി പറയാം. അവരുടെ കാര്യത്തിൽ എനിക്ക് മറുപടി പറയാൻ കഴിയുമോ? ഞാൻ എന്റെ കാര്യത്തിലല്ലേ മറുപടി പറയാൻ പറ്റുള്ളൂ. വളരെയധികം നന്ദി ശ്രീ ഹരിദാസ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് കൂടി ചേരുന്നു. മുഹമ്മദ് റിയാസ്, ഇത്തരത്തിൽ കോഴിക്കോട് പാളയത്ത് ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള ഹോട്ടലുകൾക്ക് അനുവാദം കൊടുക്കില്ല, നോൺ വെജ് ഹോട്ടലുകൾക്ക് അനുവാദം കൊടുക്കില്ല എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ പോസ്റ്ററുകളും ഇത്തരത്തിൽ ഹോട്ടൽ ഉടമയ്ക്ക് വലിയ തരത്തിലുള്ള ഭീഷണിയും ഒക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മോട് സംസാരിച്ചതും ഹോട്ടൽ ഉടമ ഹരിദാസ് ആണ്. അദ്ദേഹം ഇത്തരത്തിൽ ഒരു ഹോട്ടൽ അത് വെജാണോ നോൺ വെജ് ആണോ എന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒന്നും വന്നിട്ടില്ല. എങ്കിൽ പോലും വലിയ തരത്തിൽ വ്യാപകമായ ഒരു പ്രചരണം ഉണ്ടാകുന്നു. നോൺ വെജ് ഹോട്ടലുകൾ അനുവദിക്കില്ല, അതിനെതിരെ വ്യാപകമായിട്ട് ഭീഷണി ഉയർത്തുന്നു. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഒന്ന്, ഈ പറഞ്ഞ പ്രദേശം ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള പ്രദേശമാണ്. ഒന്ന്, ഒരുപാട് പുരാതന ക്ഷേത്രങ്ങളും, രണ്ട്, മതസൗഹാർദ്ദത്തിന് പേര് കേട്ട് കിട്ടുന്ന ഒരുപാട് പട്ടണം മതസൗഹാർദ്ദം. ദയവായി ക്ഷമിക്കുക, താങ്കളുടെ ടെലിഫോൺ ലൈൻ വ്യക്തമാകുന്നില്ല. താങ്കളിലേക്ക് വളരെ വേഗം തന്നെ തിരിച്ചെത്താം. ഇപ്പോൾ വീണ്ടും മേഘയിലേക്ക് പോകുന്നു. മേഘ, ഇവിടെ ഹരിദാസ് ആണ് നമ്മോട് സംസാരിച്ചത്. ഇതിൽ ഹോട്ടൽ ആരംഭിച്ചിട്ടില്ല, അത് ഏത് വിഭാഗത്തിലുള്ള ഹോട്ടലാണെന്ന് പോലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് പോലുമില്ല. എങ്കിൽ പോലും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്താണെന്നാണ് കരുതേണ്ടത് നമ്മുടെ അന്വേഷണത്തിൽ നിന്ന്? സോമി, ഹിന്ദു ഐക്യവേദിയുടെ ഒരു അജണ്ട തന്നെയാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു മാംസാഹാരത്തിനോടുള്ള അവരുടെ ഒരു വിരോധം എന്നത് നമ്മൾ നേരത്തെ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഒരു കാര്യം ഹരിദാസ് എന്ന വ്യക്തി പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങണം, അല്ലെങ്കിൽ അത് വെജിറ്റേറിയൻ ആയിരിക്കണം, നോൺ വെജിറ്റേറിയൻ ആയിരിക്കണം എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. താൻ ഒരു കടയ്ക്ക് അതിന്റെ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള പണികൾ നടത്തി വരുന്നു. അപ്പോഴാണ് ഹിന്ദു ഐക്യവേദി പോലെയുള്ള ഒരു സംഘടന ഇവിടെ നോൺ വെജിറ്റേറിയൻ ഹോട്ടലാണ് തുടങ്ങുന്നത്, ഇത് അനുവദിക്കില്ല എന്ന വലിയൊരു ബോർഡുമായി പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ വാദം എന്ന് പറയുന്നത് ഇതൊരു ഗൂഢ ലക്ഷ്യമാണ്, ഇതിന് പിൻപിൽ ഇതൊരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ തന്നെയാണ്, ഇത് കോഴിക്കോട് വലിയൊരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത് എന്നതുമായി ഒരു കുപ്രചരണം നടത്തുകയാണ് ഹിന്ദു ഐക്യവേദി. അവിടെ ആ പ്രദേശം എന്ന് പറയുന്നത് വലിയൊരു തെരുവാണ്. അവിടെ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങുന്നു, അത് അമ്പലങ്ങൾക്ക് അശുദ്ധി ഉണ്ടാക്കുന്നു എന്ന തരത്തിൽ ഒരു വലിയൊരു പ്രചരണം നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി. ഹിന്ദു ഐക്യവേദിയുടെ അജണ്ട എന്താണെന്ന് നമുക്കൊക്കെ വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു കട എന്താണ് എന്നൊരു കടയുടമ പ്രഖ്യാപിക്കാതെ തന്നെ അതിനെതിരെ ബോർഡ് വെക്കുക, ഇവിടെ നോൺ വെജിറ്റേറിയൻ അനുവദിക്കില്ല എന്ന തരത്തിൽ ഭക്തജനങ്ങൾ പ്രതിഷേധിക്കുക എന്ന തരത്തിൽ ഒരു ബോർഡ് വെക്കുമ്പോൾ അവരുടെ അജണ്ട എന്താ എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്.
സോമി. എനിക്ക് തോന്നുന്നു അവർ പറയുന്ന ഒരു കാര്യം എന്നത് ആ പ്രദേശം മാത്രമല്ല, അവിടെ പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്നുണ്ട്. അത് എത്തിക്കുന്ന കോഴിക്കോട്ടെ മുഴുവൻ അമ്പലങ്ങളും ഇത്തരത്തിലൊരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ അവിടെ വന്നാൽ അശുദ്ധമാകും എന്ന വാദമാണ് ഹിന്ദു ഐക്യവേദി. വിചിത്രമായ ഒരു വാദം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മേഖലയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ മുഹമ്മദ് റിയാസ് വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ്, നേരത്തെ താങ്കളുടെ ടെലിഫോൺ ലൈൻ വ്യക്തമായിരുന്നില്ല, ദയവായി ക്ഷമിക്കുക. താങ്കൾക്ക് ഇപ്പോൾ തുടരാം. ഒന്ന്, ഈ പ്രദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള പ്രദേശമാണ്. പുരാതന ക്ഷേത്രങ്ങൾ എന്ന് മാത്രമല്ല, ഇവിടുത്തെ ക്ഷേത്ര മതവിശ്വാസികളും കോഴിക്കോട്ടെ പൗരസമൂഹവും ചേർന്നുകൊണ്ടാണ് കോഴിക്കോടിനെ മാതൃക നഗരം, മതനിരപേക്ഷതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും മാതൃകാ നഗരമാക്കി മാറ്റുന്ന ഒരു വലിയ പങ്ക് വഹിച്ചു. ഇത്തരം ഒരു പുരാതന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശത്തെ ഇങ്ങനെ മലിനമാക്കാനുള്ള ഒരു നീക്കമാണോ ഇത് എന്ന് ഗൗരവത്തോടെ പരിശോധിക്കുന്നത്. ഇന്നലെ വരെ ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഇല്ല. ഇതിൽ നിന്നും ഒരു ഉത്തരം വരികയാണ്. എന്തിനാണ് BJPയുടെ ദേശീയ കോഴിക്കോട് നിശ്ചയിച്ചത് എന്നുള്ളത് കാണുന്നത്. BJPയുടെ ദേശീയ കൗൺസിലിനു ശേഷം ഇതുപോലെ മതസ്പർദ്ധയും മതസൗഹാർദ്ദം തകർത്ത് ധ്രുവീകരണവും സൃഷ്ടിക്കാനുള്ള ഇടപെടലുകൾ സംഘപരിവാരം വിവിധ പരിവാർ സംഘടനകൾ നടത്തിവരുന്നു. ഇതിന് കേരളത്തിൽ തെരഞ്ഞെടുത്തത് മതനിരപേക്ഷതക്കും മതസൗഹാർദ്ദത്തിനും പേരുകേട്ട കോഴിക്കോടാണ്. പിന്നെ ഇത്തരം നീക്കങ്ങളെ കാണേണ്ടതുണ്ട്. ഇവിടെ ഒരു പൗരൻ എന്ത് ഭക്ഷിക്കണമെന്നുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഹനിക്കാൻ കഴിയും. രണ്ട്, ഒരു മതവിശ്വാസിക്ക് ക്ഷേത്രത്തിൽ പോയി വിശ്വാസം നടത്താനുള്ള അവകാശമുണ്ട്. ഒരു മതവിശ്വാസി ക്ഷേത്രത്തിൽ പോയി വിശ്വാസം നടത്തുന്നതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ അതിനെ എതിർക്കാനും മതവിശ്വാസിയുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനും DYFI ബന്ധിയിലുണ്ടാകും. അതുപോലെ തന്നെ ഹൈന്ദവ മതം പൗരാവകാശ ലംഘനവും പ്രചരിപ്പിക്കുവാനുള്ള ആ ശ്രമം നാടിന് ഗുണകരമല്ല. അത് നാടിന് ഗുണകരമല്ല എന്ന് മാത്രമല്ല, ഹൈന്ദവ മത വിശ്വാസികൾ ഇപ്പൊ എല്ലാവർക്കും എന്തിനാണ് കോഴിക്കോട് തിരഞ്ഞെടുത്തത്? തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസ്, താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ വീണ്ടും മേഘ മാധവനിലേക്ക് തന്നെ പോകുന്നു. മേഘ, നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ കാണുന്നതാണ് ഇത്തരത്തിലുള്ള ഗോമാംസത്തിൻ്റെ പേരിലുമൊക്കെ ഉണ്ടാകുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും. ഇങ്ങ് കേരളത്തിലേക്ക് എത്തി കോഴിക്കോടേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ, മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ അജണ്ട തന്നെയാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നുണ്ടോ? സോമി, എനിക്ക് തോന്നുന്നു ഒരു ഭക്ഷണത്തിന്റെ പേരിൽ വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന പോലെ തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നേരത്തെ തന്നെ മുഹമ്മദ് റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് എന്ന സ്ഥലം ഇത്തരത്തിൽ ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കൂടി നമുക്കറിയാം, ഒരു തരത്തിലും ഇന്ന് അല്ലെങ്കിൽ ബീഫ് ആഹാരം അല്ലെങ്കിൽ അത് തരത്തിലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിവേചനവും ഇവിടെ ഇല്ല. അത്തരത്തിൽ കൂടി ശ്രദ്ധേയമാണ് കോഴിക്കോട് എന്ന ജില്ല. അവിടേക്കാണ് ഇപ്പോൾ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ ഒരു അമ്പലത്തിന്റെ സമീപത്ത് സ്ഥാപിച്ചു. അതും സ്ഥാപിച്ചിട്ടില്ല, സ്ഥാപിക്കാൻ പോകുന്നു എന്ന ഹോട്ടൽ ഉടമ പോലും താൻ ഇതുവരെ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ അതോ ഹോട്ടലാണോ എന്ന് കൂടി താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്താണ് ഹിന്ദു ഐക്യവേദി ഇവിടെ ഭക്തജനങ്ങളെ പ്രതിഷേധിക്കുക എന്ന തരത്തിൽ വലിയൊരു ബോർഡ് വെച്ച് ഒരു മുന്നറിയിപ്പ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് അവർ തന്നെ പറയുന്നത്, ഇതിനു പിന്നിൽ ഇത്തരം ഒരു ഹോട്ടൽ ഇവിടെ വളർന്നാൽ, നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ ഇവിടെ ഉണ്ടായാൽ അതിന് പിന്നിൽ വലിയൊരു ഗൂഢലക്ഷ്യമുണ്ട്. അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ കോഴിക്കോട് പാളയത്തിന് സമീപത്തെ പാളയത്തെ അമ്പലത്തിനും അതേപോലെ തന്നെ പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകൾക്കുമിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നത് എന്നാണ് അവരുടെ വാദം. എല്ലാ തരത്തിലും നോക്കുമ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ഒരു ഗൂഢലക്ഷ്യം തന്നെയാണോ എന്ന് വരെ സംശയിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുകയാണ്. സോമി,
മുഹമ്മദ് റിയാസ് ഇപ്പോൾ വീണ്ടും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ മുഹമ്മദ് റിയാസ്, അതുതന്നെയാണ് ഇവിടെ ഞങ്ങളുടെ പ്രതിനിധി മേഘ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോട്ടൽ ഉടമ ഹരിദാസ് നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. ഈ ഹോട്ടൽ വെജാണോ നോൺ വെജാണോ എന്ന തീരുമാനത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും ഇതിന് മുൻപേ തന്നെ, ഒരു ഹോട്ടൽ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടലായിരിക്കും ഇന്ന് ഒരു തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുക, അത് വിശ്വാസ സമൂഹത്തിന് ആകെ അടിച്ചേൽപ്പിച്ച് അത്തരത്തിലൊരു വലിയ സ്പർദ്ധ സൃഷ്ടിക്കാൻ ശ്രമിക്കുക, അത്തരത്തിലുള്ള ഒരു വലിയ നീക്കം തന്നെ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടല്ലോ. അല്ല, തീർച്ചയായും ഈ ഹോട്ടൽ ഉടമ ഇത് നോൺ വെജ് ആണോ വെജ് ആണോ എന്ന് നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു. ഈ ഇത്തരം പ്രവർത്തനം നടത്തുന്ന സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് വെജിറ്റേറിയൻ ഹോട്ടലായി ആരംഭിച്ചാലും അവർക്ക് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താം, നോൺ വെജിറ്റേറിയൻ ഹോട്ടലായി ആരംഭിച്ചാലും രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താം. കാരണം വെജിറ്റേറിയൻ ഹോട്ടലായി ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് ഞങ്ങളുടെ ശക്തമായ പ്രക്ഷോഭത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഭാഗമാണ് എന്ന് പരസ്യമായി പറയുകയും കോഴിക്കോട് പട്ടണത്തിൽ ഉൾപ്പെടെ നഗരങ്ങളിൽ വളരെ ബോധപൂർവം ഒരു തെറ്റായ സന്ദേശം നൽകുകയും ചെയ്യും. അത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള സന്ദേശമാണ്. ഈ സന്ദേശമാണ് ഹരിയാനയിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും നൽകിയിട്ടുള്ളത്. അപ്പൊ വെജിറ്റേറിയൻ ആയി ആരംഭിച്ചാൽ ഇങ്ങനെ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തും. ഇനി നോൺ വെജിറ്റേറിയൻ ആയി ആരംഭിച്ചാൽ ഇതിന്റെ ഭാഗമായി കുപ്രചരണങ്ങൾ അഴിച്ചുവിടും, തെറ്റായ പ്രചരണങ്ങൾ. അഖിലാഖിനെ ഉത്തർപ്രദേശിൽ ദാദ്രിയിൽ കൊലപ്പെടുത്തിയതുപോലെ ഗീബൽസ്റ്റിയൻ തന്ത്രങ്ങൾ ഒരു നുണ 1000 പേർ പറഞ്ഞുണ്ടാക്കി സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കുക. ഇത് എങ്ങനെയായാലും നോൺ വെജ് ആയി തുടങ്ങിയാലും വെജായി തുടങ്ങിയാലും ഇങ്ങനെ ഒരു പ്രശ്നം ഈ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതിലൂടെ സാമുദായികമായ ധ്രുവീകരണത്തിന്റെ ശ്രമമാണ് ഇത്തരം ശക്തികൾ നടത്തിയിരിക്കുന്നത്. ഇതൊരു സെക്യുലർ രാജ്യത്ത് ഗുണകരമായ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട പ്രവണതയല്ല. BJPയുടെ ദേശീയ കൗൺസിൽ ഈ രാജ്യത്തെ സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പരിഹരിക്കേണ്ട വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം എങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കാമെന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അതിനാണ് കോഴിക്കോട് തെരഞ്ഞെടുത്തത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരം സംഭവങ്ങൾ. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഒന്ന്, ഡിവൈഎഫ്ഐ ആ ക്ഷേത്രം, അതിന്റെ പാരമ്പര്യം, പുരാതനമായ അതിന്റെ എല്ലാവിധ നന്മകൾ ഒക്കെ തിരിച്ചറിയുകയും ആ ക്ഷേത്രം എന്നല്ല, ഒരു സെക്യുലർ രാജ്യം എന്നുള്ള നിലയിൽ ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവനും, അത് ഹൈന്ദവ മതമായിക്കോട്ടെ ഇസ്ലാം മതമായിക്കോട്ടെ, ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവനും അവരുടെ മതവിശ്വാസത്തിന് തടസ്സമാകുന്ന മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന ശ്രമങ്ങളെ ചെറുക്കും. ഈ ക്ഷേത്ര പരിസരത്തെ, ഈ ക്ഷേത്രത്തിൽ വരുന്ന മതവിശ്വാസികളുടെ താല്പര്യമല്ല ഇത്. ഈ ക്ഷേത്രത്തിൽ വരുന്ന മതവിശ്വാസികൾ ഇത്തരത്തിലൊരു മതസ്പർദ്ധ അല്ലെങ്കിൽ സാമുദായിക ധ്രുവീകരണം അല്ലെങ്കിൽ അസ്വസ്ഥത ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അവിടെ നന്നായിട്ട് ആ പ്രദേശത്തുള്ളവരെ അറിയാം. വളരെ സമാധാനത്തോടെ നിലകൊള്ളുന്നവരാണ്. അവിടെ ഇങ്ങനെ ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവിടെയുള്ളവരല്ല, ആ ക്ഷേത്രത്തിലുള്ള വിശ്വാസികളല്ല, ആ ക്ഷേത്ര പരിസരവാസികളല്ല, പുറമെ നിന്ന് വരുന്ന ആളുകളാണ്. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ തുറന്നു കാണിക്കും. അതിന് സമൂഹത്തിൽ കൂട്ടിയോജിപ്പിക്കാവുന്ന ഏവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഡിവൈഎഫ്ഐ പ്രസ്ഥാനം നേതൃത്വപരമായ പങ്ക് വഹിക്കുക തന്നെ ചെയ്യും. വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് റിയാസ് അവസരത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും മേഘയിലേക്ക് തന്നെ പോകുന്നു. മേഘ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഈ പാളയത്തെ പ്രദേശത്തെ ഒരു പൊതുവികാരം എങ്ങനെയാണ്? സോമി, ഇന്നലെ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെ ഉയർന്നു വന്നത്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അത് ആളുകൾക്കിടയിലേക്ക് എത്രത്തോളം ഈ കാര്യങ്ങൾ എത്തി എന്നതുമായി ബന്ധപ്പെട്ട് നാം ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഒരു 3 അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഒപ്പം തന്നെ പൂജാ ദ്രവ്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട, അതിനു മുമ്പിലാണ് ഇത്തരത്തിൽ ഒരു ബോർഡ് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ഇതിന് മേഘ, തുടർന്നോളൂ. സോമി, ഞാൻ സൂചിപ്പിച്ചത് പോലെ തന്നെ ഇന്നലെയാണ് ഇത്തരത്തിലൊരു ബോർഡ് ഉയർന്നു വന്നത്. അതുമായി ബന്ധപ്പെട്ട് സമര പരിപാടിയിലേക്കൊക്കെ ഇനി നീങ്ങും എന്നാണ് ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി നമ്മളോട് വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ഒരു റിയാക്ഷൻ എന്നത്, ഇതൊരു അമ്പലം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു തെരുവ് എന്ന് പറയുന്നത് അമ്പലം മാത്രം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ബോർഡ് വരുമ്പോൾ തന്നെ അവരുടെ മനസ്സിലും സ്വാഭാവികമായും അവിടുത്തെ ആളുകളുടെ മനസ്സിലും
സ്വാഭാവികമായും ആശ്ചര്യമായിരിക്കും. ഇപ്പോൾ ഈ ഹോട്ടൽ ഉടമയുടെ വാക്കു കൂടി കേൾക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് പോലും അറിയുമോ ഇത്തരത്തിൽ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടലാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നത് തന്നെ പരിശോധിക്കേണ്ടി വരും. അത് ഹിന്ദു ഐക്യവേദിയുടെ ഒരു അജണ്ട മാത്രമാണോ എന്നതും ശ്രദ്ധേയമാണ്. സോമി, മേഘമാധവനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പാളയത്ത് ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള ഹോട്ടലുകൾക്കെതിരെ ഹിന്ദു ഐക്യവേദിയുടെ ഭീഷണി. ഹോട്ടലുകളിൽ മാംസാഹാരം വിൽക്കരുതെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭീഷണി. മേഘയാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ്.